ദിവസങ്ങളോളം വയനാടിനെ വിറപ്പിച്ച നരഭോജിക്കടുവ ഒടുവിൽ കൂട്ടിലകപ്പെട്ടു. പൂതാടി മൂടക്കൊല്ലിയിൽ യുവാവിനെ കൊന്ന കടുവയെയാണ് വനം വകുപ്പ് പിടികൂടി കൂട്ടിലാക്കിയത്. കൂടല്ലൂർ കോളനിയിൽ ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. യുവാവിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിന് സമീപമാണ് കൂട് സ്ഥാപിച്ചത്. എന്നാൽ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ജീവനോടെ കടുവയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് ഇവർ. കടുവയുമായി എത്തിയ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധം ഉയർത്തിയത്. മയക്ക് വെടിവെക്കുക, അല്ലെങ്കിൽ കൂട്ടിലാക്കുക, അതിന് കഴിയാതെ വന്നാൽ മാത്രം വെടിവെച്ച് കൊല്ലുക എന്നതായിരുന്നു ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേരത്തെയുള്ള ഉത്തരവ്. ദിവസങ്ങളായി കടുവയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പ് തുടരുകയായിരുന്നു. കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ച് തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് കടുവ കൂട്ടിലായത്. 100 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ദൗത്യസംഘത്തിൽ ഉണ്ടായിരുന്നത്. ക്ഷീരകർഷകനായ പ്രജീഷിനെ കൊന്ന് 10 ദിവസത്തിന് ശേഷമാണ് കടുവ കുടുങ്ങുന്നത്. മലയാളം ടെലിവിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം. വെറും 750 രൂപയ്ക്ക് ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര. കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര മിനാർ ക്രൂയിസ് കൊച്ചിൻ.